റഹീം. സാദാ പറയും പോലെ അല്പനിമിഷം ഹബീബിനെ പറഞ്ഞ് ബറക്കത്തെടുത്ത് പ്രതിഫലം വാങ്ങാം. അള്ളാഹു കബൂലാക്കട്ടെ. ഹബീബിനെ സ്നേഹിക്കുക, ഹബീബിൻ്റെ നാടിനെ സ്നേഹിക്കുക, ഹബീബിൻ്റെ നാട്ടുകാരെ സ്നേഹിക്കുക, ഹബീബിൻ്റെ ഭാഷയെ സ്നേഹിക്കുക, ഹബീബിൻ്റെ ശരീഅത്തിനെ സ്നേഹിക്കുക. ഇതൊക്കെ ഹബീബിനോടുള്ള സ്നേഹമാണ്. ഹബീബിൻ്റെ മൗലിദ് ഓതുക, അത് ഓദിപ്പിക്കുക ഇഖ്ലാസോടുകൂടെ. അതൊക്കെ മുത്തിനോടുള്ള സ്നേഹമാണ് കേട്ടോ. നമുക്കൊരു ചെറു കഥ പറയാം. ഈ കഥയിൽ നിന്ന് പാഠം ഉൾക്കൊള്ളണം. കഥ കേട്ട് ആസ്വദിക്കാനല്ല, കേൾക്കുക. ബഹുമാനപ്പെട്ട അമീറുൽ മുഅ്മിനീൻ ഹാറൂൺ റഷീദ് റളിയല്ലാഹു തങ്ങളാ റളിയല്ലാഹു അൻഹു മഹാനരുടെ ഭരണകാലത്ത് ഷാബും ഫിൽ ബസറത്തി, ബസറ പട്ടണത്തിൽ ഒരു യുവാവുണ്ട്. മുസ്ദിഫുൻ അലാ നഫ്സിഹി, വല്ലാതെ പരാക്രമങ്ങൾ ചെയ്യുന്ന, ഹറാമുകൾ ചെയ്യുന്ന ഒരാളാണ്. വളരെ മോശക്കാരനാണ്. വകാന അഹ്ലുൽ ബലദി യൻദുറൂന ഇലൈഹി ബിഐനി തഹ്ഖീർ, നാട്ടുകാരെല്ലാം ഈ യുവാവിനെ വളരെ നിന്ദ്യനായിട്ട് കാണുന്നു. എന്താ കാരണം? ഇയാളെ മോശപ്പെട്ട പ്രവർത്തനം കൊണ്ട്. ലിഅജ്ലി അഫ്ആലിഹിൽ ഖബീസ, മോശപ്പെട്ടതേ പറയൂ, മോശപ്പെട്ടതേ ചെയ്യൂ. മോശപ്പെട്ട ആളുകൾക്ക് ഇഷ്ടമുണ്ടാവോ? ഇല്ല. നാട്ടുകാർക്ക് അത്രയും വെറുപ്പാ. പക്ഷേ മൂപ്പർക്കൊരു പ്രത്യേകത ഉണ്ട്. എന്താ? വൈറ അന്നഹു ഇദാ കാന വൈറ അന്നഹു കാന ഇദാ ഖദിമ ശഹ്റു റബീഇൽ അവ്വൽ, അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ വിശുദ്ധമായ റബീഉൽ അവ്വൽ മാസം വന്നു കഴിഞ്ഞാൽ മൂപ്പരൊന്ന് ചൊങ്കനാവും, ഒന്ന് ഇഖ്ലാസ് കൂട്ടും. വസല സൗബഹു സിയാബഹു, വസ്ത്രങ്ങളൊക്കെ അലക്കി ഒക്കെ ശുദ്ധിയാക്കി, വതഅത്തറ, അത്തറൊക്കെ പൂശി നല്ല ഉഷാറാവും. വതജമ്മല, ഒന്ന് മൊഞ്ചാവും റബീഉൽ അവ്വൽ വന്നാൽ. ഞങ്ങൾ ബഹുമാനപ്പെട്ട ഹാറൂൺ റഷീദ് റളിയല്ലാഹുവിൻ്റെ ഭരണകാലത്തുള്ള ഒരു ഈ ഷാബിനെ പറ്റി പറയണം. ഹബീബിനെ സ്നേഹിച്ച ആളാണ്. ഇവിടെ ഇരിക്കണം. അത് ഇത് കഴിഞ്ഞിട്ട് ഇവിടെ നിന്നോളി. അതെ അതെ. എവിടെ എത്തിപ്പോ കഥ? റബീഉൽ അവ്വൽ വന്ന അല്ലേ? വതജമ്മല, കിതാബ് എടുത്തോളി, റൂമ് പോയിട്ട്. വതജമ്മല, ആളൊന്ന് മഞ്ചാവും. വഅമില വലീമത്ത്, നല്ല സദ്യ ഉണ്ടാക്കും, നല്ല സൽക്കാരം ഉണ്ടാക്കും. എന്തിനു വേണ്ടി? വസ്തഖറ ഫീഹാ മൗലിദൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നല്ല സദ്യ സൽക്കാരമൊക്കെ ഉണ്ടാക്കിയിട്ട് ആ സൽക്കാരത്തിൽ ആളുകളെ കൂട്ടിയിട്ട് ഉഷാറായിട്ട് റസൂലുള്ളാഹി തങ്ങൾ മൗലിദ് ഓതിപ്പിക്കുന്നുണ്ട്. മൗലിദേ, എൻ്റെ പേര് മൗലിദ് കഴിഞ്ഞോ? അറിയില്ലാന്നോ? ഇവിടെ തന്നെ നാട് ആലപ്പുഴ. കോട്ടയോ? ഉമ്മച്ചിക്ക് വിളിക്കുക. വീട്ടിൽ ബറക്കത്തുണ്ടാവണമെങ്കിലേ പെയിൻ്റ് അടിച്ചാൽ മാത്രം എന്താവില്ല, പെയിൻ്റ് അടിച്ചുകൊണ്ട് സിമെൻറ്റ് ഇട്ടൊന്നും ഉണ്ടാവില്ല, അതുകൊണ്ടൊന്നല്ല ബറക്കത്തുണ്ടാവില്ല. പിന്നെ ഹബീബിൻ്റെ മൗലിദ് ഓതാൻ വേണ്ടി പറയാം. അപ്പോൾ റബീഉൽ അവ്വൽ SP ആണ് ഇയാൾ. അങ്ങനെ ഇയാളെ അവസ്ഥ കുറേ കാലം ഇങ്ങനെ. റബീഉൽ അവ്വൽ വന്നു കഴിഞ്ഞാൽ മൂപ്പരെ അവസ്ഥ അങ്ങനെയാണ്. സുമ്മലമ്മ മാത്ത, കാലങ്ങൾക്ക് ശേഷം പിന്നെ മൂപ്പര് മരിച്ചപ്പോൾ സെമിയ അഹ്ലുൽ ബലദി ഹാത്തിഫ, നാട്ടുകാർ ഒരു അശരീരി കേട്ടു. ആ ശരീരം എന്താ? ശരീരമില്ലാത്ത ആള് ശരീരം കാണൂല, ഒച്ചയെ കേൾക്കുള്ളൂ. ഹാത്തിഫിനെ കേട്ടു. എന്താ? യഖൂലു
ആദ്യം പറയുന്നു ഉഹ്ളുറു യാ അഹ്ലൽ ബസ്വറ, ബസറക്കാരെ ഹാജരായിക്കോളൂ, ബസറക്കാരെ വരൂ വരൂ വരൂ. വഷ്ഹദു ജനാസത വലിയ്യിൻ മിൻ ഔലിയാ ഇല്ലാ, അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാരിൽപ്പെട്ട ഒരു വലിയ മരിച്ചിരിക്കുന്നു. പല ജനാസ ഉണ്ട് അവിടെ നാട്ടിൽ, എളുപ്പം ചെല്ലി അങ്ങട്ട് ആലോചിച്ച് വെക്കണം. മനുഷ്യന്മാരെ കണ്ണിൽ മുമ്പ് ആന തമ്മാടിയ അശരീരി എന്താ അള്ളാഹിൻ്റെ ഔലിയ വലിയ മരിച്ചിട്ടുണ്ട്. അദ്ദേഹം എൻ്റെ അടുക്കൽ വളരെ അസീസാണ്, ഡിമാൻഡുള്ളയാളാ, ഭയങ്കര ഇസ്സത്തുള്ളയാളാണ്. എന്തായി കേൾക്കുന്നത്? നാട്ടുകാർ വളരെ മോശമായി കാണുന്ന ആളല്ലേ ഇയാള്. അങ്ങനെ ഫഹളറ അഹ്ലുൽ ബലദി ജനാസതഹു, നാട്ടുകാർ മൂപ്പരെ ജനാസിൻ്റെ അടുത്തേക്ക് വന്നു. വദഫനുഹു, കുളിപ്പിച്ച് കഫൻ ചെയ്ത് മറമാടി. ഇവർക്ക് ഇതിൻ്റെ കള്ളി മനസ്സിലായില്ല, എന്ത് സംഭവം അതുണ്ടാവല്ലോ. നമ്മളാരും മോശാക്കണ്ട, ആരും മോശാക്കണ്ട, നമ്മൾ ക്ലിയർ ആവുക. ബാക്കിയുള്ളവരെ തെറ്റുകുറ്റങ്ങൾ ചെയ്യുന്ന ആളുകൾ നമുക്ക് ഉപദേശിക്കാം, നമ്മളെക്കാൾ മോശമെന്ന് കരുതണ്ട. ചില ആള് ഖൽബ് വളരെ വൃത്തിയായിരിക്കും, ഖൽബ് വളരെ ഞാൻ സാധു, ഞാനൊരു പാപം, കുറേ തെറ്റ് ചെയ്താണ് റബ്ബേ എന്നുണ്ടാവും. കുറച്ച് നല്ല ചെലുക്ക് നടക്കുന്ന ആൾ ചിലവരൊക്കെ മനസ്സായി, ഞാൻ ഭയങ്കര ഉഷാറാണ്, ഞാൻ വലിയ ആളാണ്, ഞാൻ ഒരു വക്തും കളാക്കല്ല, റബീഉൽ റമദാൻ മാസമല്ല, നോമ്പ് നോൽക്കും, എല്ലാം ചെയ്യും, അതൊക്കെ നല്ലതാണ്. പക്ഷെ അതുകൊണ്ട് കിബിറ് കരുതിയാലോ, അള്ളാഹു റിയാവും കിബറൊന്നും ഇല്ലാത്ത ഖൽബ് നമുക്ക് നൽകട്ടെ. എവിടെത്തി? അങ്ങനെ പോലെ എന്തായി? വദഫലൂഹു, മറമാടി. ഫറഔഹു ഫിൽ മനാം, നാട്ടുകാർ അന്ന് മൂപ്പരെ സ്വപ്നത്തിൽ കണ്ടു. മൂപ്പരോടെ സ്വർഗത്തിലെ സ്വർഗീയ പട്ടുവസ്ത്രങ്ങൾ ധരിച്ച് മൂപ്പര് തുള്ളിച്ചാടുക, നൃത്തം വെക്കുകയാണ്. ആര്? ജനങ്ങളെ കാഴ്ചയിൽ തമ്മാടിയായി ജീവിച്ചിരുന്ന അയാൾ. അപ്പം ഇവർ ചോദിച്ചു, ഫഖീല ലഹു, മൂപ്പരോട് ചോദ്യം, ബിമനിൽ തഹാദിഹിൽ ഫളീല, അല്ല മോഹനിച്ച് ഞങ്ങളുടെ നാട്ടിൽ വളരെ മോശപ്പെട്ട ഒരാളായിരുന്നു, ഇത് എന്തുകൊണ്ട് ഇത്രമാത്രം സ്ഥാനം എനിക്ക് ലഭിക്കാൻ കാരണം? അപ്പം അവിടെ നമ്മൾ പോയിന്റ്. മൂപ്പര് പറഞ്ഞു, അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ ജന്മമാസം വരുമ്പോൾ ഞാനൊരു SP ആയിരുന്നു, അന്ന് ഞാനൊരു സ്പെഷ്യലിസ്റ്റ് ആയിരുന്നു. വസ്ത്രങ്ങളെ കഴുകി, അത്രക്ക പൂശി, നന്മകൾ ചെയ്ത്, വലിയ സൽക്കാരുണ്ടാക്കി, അള്ളാഹിൻ്റെ ഹബീബിൻ്റെ മൗലിദ ഗോദിക്കലുണ്ട്. ഇതാണ് ഞാൻ ചെയ്ത നന്മ. കണ്ടോ? തഅലീമു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിൻ്റെ ഹബീബിനെ ആദരിക്കുക, അതന്നെ ദീനിൻ്റെ ഷിആറിനെ ആദരിക്കുക.